ഇന്ന് നമ്മുടെ അതിഥി കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ്. സാറിനെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പുതുവത്സരത്തിൽ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് സാറിന്റെ മനസ്സിൽ? ഞങ്ങളുടെ ടൂറിസം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കുറേ പദ്ധതികളുണ്ട്. ഞങ്ങളുടെ പ്രധാന പണി, ഒരേക പണി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ ഇന്ത്യ കാണിക്കുക, വിദേശികളെ ഇന്ത്യ കാണിക്കുക. കാണിക്കാന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരാകരുത്. യു വിൽ നെവർ ബി ദ സെയിം ആഫ്റ്റർ സീയിങ് ഇന്ത്യ. ഇതാ ഞങ്ങളുടെ സ്ലോഗന്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ചിന്തയിലും ഔട്ട്ലുക്കിലും എല്ലാം മാറ്റം വരും ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഓഫ് കോഴ്സ് ആൾക്കാർ ഇവിടെ വന്നാൽ ഇവിടെ ധാരാളം കാശ് കിട്ടും. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ടൂറിസത്തിൽ നിന്ന് കിട്ടിയ $234 ബില്യൺ, മില്യൺ അല്ല ബില്യൺ ഡോളറാണ് ടൂറിസത്തിൽ നിന്ന് മൊത്തം കിട്ടിയത്. നമ്മൾ 84 ലക്ഷം ആൾക്കാരെ, 84 മില്യൺ എന്ന് പറഞ്ഞാൽ 8,40,00,000 ആൾക്കാർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട് ടൂറിസം മേഖലയിൽ. കേരളത്തിൽ 2018 നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ സംഭവിച്ചുകൂടാത്തൊരു പ്രളയം ഉണ്ടായി. അതിനുശേഷം ടൂറിസം മേഖല ഇപ്പോൾ 2019 നമ്മൾ ഇരിക്കുക. ടൂറിസം മേഖല എങ്ങനെ കൊണ്ടുപോകാനാണ് സാർ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കേരളത്തിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവരിക എന്നായിരുന്നു നമ്മൾ ആദ്യം മുതലുള്ള ഉദ്ദേശം. നല്ലൊരു ഉദ്ദേശമാണ്. കാരണം കേരളം കൊച്ചൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർ വന്നാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുവിധം കാശുകാരായ ആൾക്കാർ, നല്ല കാശുകാരായ ടൂറിസ്റ്റുകളെ അവർ കേരളത്തിലേക്ക് വന്ന് അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അവർക്കുള്ള ഹോട്ടൽ മുറികൾ, അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതാണ് കേരളത്തിൻ്റെ ടൂറിസം പോളിസി. അത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഗോവയിൽ തന്നെ എല്ലാം ഈ ബാക്ക് പാക്കേഴ്സാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബാഗും തൂക്കി ഇന്ത്യയിലേക്ക് വരിക, അവർ കാശും മുടക്കില്ല, ഒന്നും ചിലവഴിക്കാതെ വെറുതെ ഇവിടെ വന്ന് പൊല്യൂഷൻ ഉണ്ടാക്കി പോവും. സാറ് കേന്ദ്ര ടൂറിസം മന്ത്രിയായതിനു ശേഷം മൂന്നാറിനെ കുറിച്ച് സാറ് പറഞ്ഞു, പുതിയ പുതിയ പദ്ധതികൾ, ഇത് പോരാ ഇങ്ങനെ. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഒന്നാമത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ വളർച്ചയാണ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആഗോള ടൂറിസ്റ്റുകളുടെ വരവ് 14% കൂടി. ആഗോളതലത്തിൽ വളർച്ച 7% നമ്മുടെ ഇന്ത്യയിലെ ആഗോള ടൂറിസ്റ്റുകളുടെ വരവ് 14% കൂടി, ഇരട്ടിയാണ് ആഗോളതലത്തിലേക്കാളും. നമ്മുടെ വരുമാനം എന്ന് വെച്ചാൽ ആഗോള വരുമാനം, വിദേശ ടൂറിസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം 5% കഴിഞ്ഞ വർഷം കൂടിയപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വരുമാനം 19.2% കൂടി, ഏതാണ്ട് 4 ഇരട്ടി ആഗോള നിലവാരത്തിനേക്കാളും കൂടി. അപ്പോൾ ഞങ്ങൾ നല്ല പെർഫോമൻസാണ്. പക്ഷേ ഞാൻ സന്തോഷമാണെന്ന് ചോദിച്ചാൽ അല്ല. നമുക്കിതിൻ്റെയൊക്കെ ഒരു വളരെ പല ഇരട്ടി ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ വരാൻ നമുക്ക് സാധ്യതകൾ, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യ മനോഹരമാണ്. 8000 കിലോമീറ്റർ നമുക്കുള്ള ബീച്ചസ് ഉണ്ട്. പിന്നെ കേരളത്തിലെ നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ മനോഹരമായ ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, നമ്മുടെ കലകളുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കിയാൽ പിന്നെ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ തന്നെ ഹിമാലയത്തിൻ്റെ 72% ഇന്ത്യയിലാണ്. പുരാന ഹെറിറ്റേജ് ബിൽഡിങ്സ്, നമ്മൾ യുനെസ്കോയുടെ തന്നെ 36 ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ഏതാണ്ട് 3500 ലൊക്കേഷൻസ്, പിന്നെ സംസ്ഥാനങ്ങളെല്ലാം കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ സൈറ്റൊക്കെ എടുക്കാൻ നേരം 1500 സൈറ്റുകൾ. ഇതെല്ലാം അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും നമുക്ക് ഹിസ്റ്ററി ഉള്ള ഒരു രാജ്യമാണ്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ അത്രയും പഴക്കമാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇന്ത്യയിൽ ധാരാളം ആൾക്കാർ വരേണ്ടതാണ്. പിന്നെ നമ്മുടേതായ യോഗ, ആയുർവേദ, ഞങ്ങളിപ്പോൾ അത് വലിയ ലെവലിൽ മാർക്കറ്റ് ചെയ്യുക. ഈ യോഗയും ആയുർവേദ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾ വെച്ച് ഉള്ള പ്രക്രിയകളാണ്. ഇപ്പോൾ യോഗ തന്നെ അതിൻ്റെ അടിസ്ഥാന ചിന്താഗതി എന്താ? നിങ്ങൾ ഞാൻ ഒന്നാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ഒന്നാണ്. അതിനും അപ്പുറത്തും ചിന്തിക്കുന്നു, ഈ ഭൂമി മൊത്തം ഒന്നാണ്. ആയുർവേദ, നമ്മൾ ലോകത്തിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കെമിക്കൽ ഫാക്ടറിയിലുണ്ടാക്കിയ വസ്തുക്കൾ കൊണ്ടല്ല നമ്മൾ സുഖമാകേണ്ടത്. നമ്മൾ ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ വരുന്നത് തന്നെ നമുക്ക് സുഖമാകാം, ആരോഗ്യമുണ്ടാകാം. ഇതാണ് ആയുർവേദ. അപ്പോൾ ഇന്ത്യൻ തത്വശാസ്ത്രങ്ങൾ യഥാർത്ഥമായി പ്രാക്ടീസിലേക്ക് മാറ്റുന്ന 2 പ്രക്രിയകളാണ് യോഗയും ആയുർവേദം. സാറിൻ്റെ ടൂറിസം വകുപ്പിൽ സാർ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന
പുതിയ പദ്ധതികൾ ഈ 2019 എന്തായിരിക്കും സാർ? നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും യുണീക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാത്രമുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കാണിക്കുക. അത് തന്നെ. അപ്പോൾ ഈ പുതിയ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ ഇന്ത്യ എന്താണോ അത് ലോകത്തിലേക്ക് കാണിക്കുക. ആൾക്കാർ ഇവിടെ വന്ന് വെറുതെ സന്ദർശിച്ചിട്ട് പോയാൽ പോരാ, അവരിവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. കൂടുതൽ ദിവസം താമസിച്ചാൽ അവർ ഹോട്ടൽ മുറിയിൽ താമസിക്കും, അവർ ടാക്സികൾ എടുക്കും, അവർ സാധനങ്ങൾ മേടിക്കും, കൂടുതൽ പൈസ ചെലവഴിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇപ്പം മലയാറ്റൂരിനെ കുറിച്ച് സാർ പറഞ്ഞു, മലയാറ്റൂരിൽ എന്തോ പുതിയൊരു പദ്ധതി കൊണ്ടുവരണം, മൂന്നാറിനെ കുറിച്ച്. അതൊക്കെ മാറ്റം വരുത്താൻ ഈ 2019 സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? സാധിക്കും. ഇപ്പം തന്നെ കുമരകത്ത് തന്നെയാണ് ഞങ്ങൾ ഐക്കോണിക് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ടൂറിസം കേന്ദ്രങ്ങളെടുത്ത് അവിടെ ഞങ്ങൾ വലിയ പൈസ മുടക്കി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകും, അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ പോകും. അതിനകത്ത് ഞങ്ങൾ കുമരകത്തിനെ പെടുത്തിയിട്ടുണ്ട്. കുമരകം ഞാൻ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് കുമരകം. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണെന്ന് പറയാം കുമരകം. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ മൂന്നാർ പോലൊരു സ്ഥലത്തെടുത്താൽ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നു, പക്ഷേ അവിടെ താമസിക്കാൻ സൗകര്യമില്ല, ഹോട്ടലില്ല, റെസ്റ്റോറൻ്റ് ഇല്ല, ഒന്നുമില്ല, ഷോപ്പിംഗ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ടൂറിസ്റ്റുകൾ ഒരു സ്ഥലത്തേക്ക് പോയാൽ ഒരു കാര്യമില്ല. അവരാകെ അവിടെ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് പോരുന്നത് എന്നതാ പൊല്യൂഷൻ. അതെ, അവിടുത്തെ വായുവും അവിടുത്തെ വെള്ളവും എല്ലാം കുളമാക്കിയിട്ട് അവർ തിരിച്ചു പോരും. ആ ദേശത്തിന് ഒരു വരുമാനം കിട്ടുന്നില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാട് ടൂറിസം നല്ലവണ്ണം വികസിക്കണമെങ്കിൽ ആ ദേശത്തെ ആൾക്കാർക്ക് ഗുണമുണ്ടാകും. ആൾക്കാർ അവിടെ താമസിക്കണം, അവിടെ ചെന്ന് ഷോപ്പിംഗ് ചെയ്യണം, അവിടുത്തെ കടകളിൽ പോകണം, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോകണം, അവിടുത്തെ ടാക്സികൾ എടുക്കണം. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ടൂറിസം കൊണ്ട് നമുക്ക് ഒരു ദേശത്തിന് ഗുണമുണ്ടാകുന്നുള്ളൂ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് അതാ. സാറ് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അങ്ങയുടെ ജീവിതത്തിൽ ഉടനീളം അതിൻ്റെ ചൈതന്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ പഠിച്ചതും വളർന്നവരെ ഈ ഗ്രാമത്തിലാണ്, ഒരു മലയാളം മീഡിയം സ്കൂളിൽ. അന്ന് ഞങ്ങളുടെ വീട്ടിലൊന്നും കറണ്ടില്ലായിരുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിലെ കറണ്ടില്ലായിരുന്നു. അവിടെ പഠിച്ചിട്ട് മലയാളം മീഡിയത്തിൽ പഠിച്ച് എനിക്ക് SSLC കിട്ടിയത് വെറും 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷ കിട്ടിയ 242 മാർക്ക് മേടിച്ച അൽഫോൺസ് കണ്ണന്താനം IAS പരീക്ഷ എങ്ങനെ എഴുതിയെന്ന് പലർക്കും അത്ഭുതമായിട്ടാണ് തോന്നാറ്. ആരാണ്ടൊക്കെ എഴുതി കഴിഞ്ഞ ദിവസം എഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടു, ഇത് ഫേക്ക് ആയിരിക്കുമെന്ന്. ഇതൊക്കെയാണ് നമുക്ക് എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കാവുന്ന ഒരു വലിയ വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് പറഞ്ഞാൽ എനിക്ക് 40% മേടിച്ച ആൾ IAS കാരനാകുകയും പിന്നെ MLA ആവുകയും പിന്നെ കേന്ദ്രമന്ത്രിയാവുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്ലാനാണ്. അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ദൈവം പ്ലാൻ ഉണ്ടാക്കിയാലും നമ്മളതനുസരിച്ച് പ്രവർത്തിക്കണം, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഈ 40% കിട്ടിയപ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിച്ചു, ഞാൻ മണ്ടനാണോ, ഒന്നിനും കൊള്ളൂലേ? അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ പരിശ്രമിച്ചാൽ എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം. അപ്പോൾ എല്ലാത്തിനും പുറകിൽ ഒരു ആത്മവിശ്വാസമാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്കൊരു അടിസ്ഥാന ഒരു തീരുമാനമുള്ളത്, എന്ത് ചെയ്താലും അത് ലോകത്തിൽ ആര് ചെയ്യുന്നതിനേക്കാളും മെച്ചമായിട്ട് ചെയ്യണം എന്നുള്ളൊരു അടിസ്ഥാന ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ചില ദിവസങ്ങൾ മണിമല സാറായിട്ട് ഒരു ബന്ധമുണ്ട്, അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. അതൊന്ന് പറയാമോ? മണിമല ആർട്ടിന്റെ തീരത്തൊക്കെ ഇപ്പോൾ സാർ പോയി ഇരിക്കാറുണ്ട് കുട്ടിക്കാലത്ത്? അതെ, ഞങ്ങളുടെ വീട് നേരത്തെ ടൗണിലല്ലായിരുന്നു, ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പം നദി, ഞങ്ങളുടെ വീടും പറമ്പും എല്ലാം നദിയുടെ തീരത്തായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ സ്ഥിരം അവിടെ കളിക്കാൻ പോകും. ഞങ്ങൾ 9 പിള്ളേരായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പം അതുകൊണ്ട് അവസാനിച്ചില്ല. എൻ്റെ അപ്പനും അമ്മയും പോയി 2 പിള്ളേരെ കൊണ്ട് ദത്തെടുത്തു, ഓർഫനേജ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 11 പിള്ളേരായി. അപ്പോൾ നല്ല രസമായിരുന്നു കുട്ടിക്കാലം. ഈ സ്ഥലത്ത് ഇങ്ങനെ ഓടിക്കളിച്ച് ആറ്റിലും കളിച്ച് മീനും പിടിച്ച്, എനിക്ക് മീൻ പിടിക്കാനൊക്കെ അറിയാം, ചൂണ്ടയിടാൻ, എനിക്ക് വല വീശാൻ വരെ ഞാൻ പഠിച്ചു. അതൊക്കെ ചെയ്ത് വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. അപ്പോഴാണ് പക്ഷേ പഠിത്തത്തിൽ നമുക്ക് സ്കൂൾ മാഷായിരുന്നല്ലോ ഫാദർ. അതെ. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ ഇപ്പോൾ ഓടിയെത്താറ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയാണ്. അവർ ഇത്രയും കഠിനാധ്വാനം ചെയ്ത്, എൻ്റെ ഫാദറും മദറൊക്കെ വളരെ സത്യസന്ധമായി, ഞങ്ങൾ വലിയ കാശുകാരൊന്നും അല്ലായിരുന്നു, പക്ഷേ നല്ല കുടുംബക്കാരായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാവരും സഹായിക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ വേലയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരെയും സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരെയും സഹായിക്കുമായിരുന്നു. എല്ലാവരും, എൻ്റെ അപ്പനും അമ്മയും അവരെല്ലാവരെയും സഹായിക്കുമായിരുന്നു. അവർക്ക് വീട് വെച്ച് കൊടുക്കുമായിരുന്നു, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു, ഇതെല്ലാം ചെയ്തിട്ട്.
അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയാണ്. സത്യസന്ധമായി ജീവിച്ച് കഠിനാധ്വാനം ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ നാടിന് വേണ്ടി ചെയ്ത്, ഇതൊക്കെ പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളല്ലേ. സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഓടിയെത്തിയത് അമ്മയെ കാണാനാണ്. അതെ, അമ്മയായിട്ട് മറ്റുള്ള മക്കളെക്കാട്ടി ഏറ്റവും ഒരു ബന്ധം സാർ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. പറയുമ്പോൾ തന്നെ സാറിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എന്താണ് സാർ? ഞങ്ങളുടെ വീട്ടിലെ എല്ലാ മക്കളും അങ്ങനെ തന്നെ അവകാശപ്പെടും, അമ്മ ഞാനാണ് അമ്മയോട് ഏറ്റവും ക്ലോസ് എന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം വളരെ ക്ലോസാണ് അമ്മയോട്. കാരണം അമ്മയൊക്കെ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ഈ 11 പിള്ളേരെ വളർത്തിയെടുത്ത് ഒരു വൈദ്യുതി ഇല്ലാത്ത ഗ്രാമത്തിൽ ഒരു സ്കൂൾ മാസ്റ്ററിൻ്റെ കുടുംബം വളർത്തിയെടുത്ത് അവരെയൊക്കെ ഒരു നിലയിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ കഠിനാധ്വാനവും ഒരു കമ്മിറ്റ്മെൻറ്റുമാണ്. അത് മാത്രമല്ല, ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ധാരാളം വേറെ ആൾക്കാരെ സഹായിക്കുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള വലിയ പ്രശ്നം. എൻ്റെ അപ്പനും അമ്മയും ഒരു കള്ളം പറയുന്നതോ ഒരു കള്ളം പറയുന്നത് പോലും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. എൻ്റെ ഫാദർ വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു, സ്കൂൾ മാസ്റ്റർ, മഹാ സ്ട്രിക്റ്റ് സ്കൂൾ മാസ്റ്ററായിരുന്നു. നല്ല പഠിപ്പിച്ചത്. കാരണം അദ്ദേഹം ആദ്യം ബ്രിട്ടീഷ് ആർമിയിലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് വന്ന് മാസ്റ്ററായത്. അപ്പോൾ നല്ലവണ്ണം ഇംഗ്ലീഷ് നല്ലവണ്ണം അറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ, ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. അതാണല്ലോ സത്യസന്ധതയുടെ ഏറ്റവും വലിയൊരു വാക്ക്. അമ്മയെ സ്നേഹിക്കുന്നവൻ ദൈവത്തിനെ സ്നേഹിക്കാൻ സാധിക്കും. എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ഒരു പ്രാർത്ഥനാ ജീവിതവും? പ്രാർത്ഥന വൈകുന്നേരം നമ്മുടെ എല്ലാ ക്രിസ്ത്യൻ വീടുകളിൽ ചെല്ലും, നമ്മൾക്ക് പ്രാർത്ഥന ചെല്ലും, കൊന്ത ചെല്ലും, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായിരുന്നു. സാറ് കോട്ടയം കളക്ടറായിരിക്കുമ്പോൾ കോട്ടയം ആകെ തന്നെ മുഖം തന്നെ മാറ്റാൻ സാറിന് സാധിച്ചു. പക്ഷേ നമ്മളൊരു ജോലി ഇരുന്നാൽ, ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് തരുന്ന ജോലിയെല്ലാം ദൈവം തരുന്ന ഒരു അസൈൻമെൻറ്റാണ്. അപ്പോൾ ഇത് വെറുതെ സർക്കാരിൻ്റെ ഒരു ഓഫീസിൽ ഇരുന്ന് നമ്മൾ കുറേ ഫയൽ ഒപ്പിട്ടാൽ പോരാ. ഞാൻ IAS കാരനായപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, കോട്ടയം കളക്ടറായിരിക്കുമ്പോൾ തീരുമാനിച്ചു, ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ മനുഷ്യ മനസ്സിൽ സന്തോഷം കൂട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ കുറേ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് കുറേ പോലീസുകാർ അകമ്പടിയോടുകൂടി പോയി നമ്മൾ ചുമന്ന ലൈറ്റൊക്കെ മുകളിൽ വെച്ച് കുറേ സല്യൂട്ടും കിട്ടുക, ഇതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. ഞാൻ പണ്ടേ IAS അക്കാഡമി പോയപ്പോഴേ തീരുമാനിച്ചു, ഞാനിവിടെ വന്നിരിക്കുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ വേണ്ടിയാണ്, അവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കാശുകാരെ ഞാൻ സഹായിക്കും, പക്ഷേ അത് ഏറ്റവും അവസാനമായിരിക്കും. കാശില്ലാതെ ഈ പണിയില്ലാത്ത ഏറ്റവും പാവപ്പെട്ടവർ വന്നാൽ ഏറ്റവും പാവപ്പെട്ട ആളിനെ ആദ്യം കാണും, അത് പ്രത്യേക പരിഗണന കൊടുത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവർ പറയുന്നത് കേൾക്കും. അല്ല, ഞാൻ വെറുതെ ഒരു കടലാസ് മേടിച്ചിട്ട് ഞാനൊരു കൊട്ടയിലേക്ക് ഇടുകയല്ല. ഞാൻ ഓരോരുത്തരും വരുന്നവരുടെയും പ്രശ്നം കേട്ടിട്ട്, ഇപ്പോൾ അത് തഹസിൽദാറോ വില്ലേജ് ഓഫീസറോ അതിന് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിക്കും, പറയും ഞാനത് ഒരു കടലാസ് വിടുന്നു, അത് നോക്കിയിട്ട് അത് ഒരാഴ്ചക്കകം അല്ലെ 10 ദിവസത്തിനകം നിങ്ങളതിൻ്റെ നടപടി എടുത്തിട്ട് എന്നെ അറിയിക്കണമെന്ന് പറയും. IAS ജീവിതം മടുത്തിട്ടാണോ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോയത്? ചിലർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്, IAS രാജിവെച്ചുകൊണ്ട് IAS മടുത്തു. ഇല്ല, ഞാൻ ഇനിയും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അടുത്ത 13 പുനർജന്മത്തിൽ ഞാൻ IAS കാരനാകുകയുള്ളൂ. പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ രാജിവെക്കും. കാരണം ഈ IAS മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മൾ അതിനപ്പുറത്ത് എവിടെയൊക്കെ വ്യത്യാസങ്ങൾ വരുത്താമെന്ന് നമ്മൾ ട്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. MLA ആയിരിക്കുമ്പോൾ തന്നെ സാർ രാജിവെച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്? അതെ, എനിക്ക് 52 വയസ്സുള്ളപ്പോൾ ഞാൻ ചീഫ് സെക്രട്ടറി ആകേണ്ട ആളായിരുന്നു. ഞാൻ കാരണം ഇവിടുത്തെ ടോപ്പറായിരുന്നു, ഞാൻ ചീഫ് സെക്രട്ടറി ആകേണ്ട ആളാണ്. ഞാൻ രാജിവെച്ചിട്ട് MLA പദവി വേണ്ടാന്ന് വെച്ച് നേരെ സാർ ഡൽഹിക്ക് പോവാണ്. അപ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ MLA ആയിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും നല്ല MLAക്കുള്ള അവാർഡും കിട്ടി. കാരണം ഞാനൊരു വ്യത്യസ്തമായ MLA ആയിരുന്നു. സാധാരണ കേരളത്തിലെ MLAമാരൊക്കെ ചെയ്യുന്നത് എന്താ, രാവിലെ മുതൽ ഒരു കെട്ട് കല്യാണക്കുറി കൊണ്ടിറങ്ങും, പിന്നെ പത്രത്തിൽ മരിച്ച ഒബിറ്റോറി പേജ് അതും കൂടെ എടുത്ത് കല്യാണ വീട് മരണവീട്, കല്യാണ വീട് മരണവീട്, ഇതാണ് ഒരു MLAയുടെ MPയുടെയും. പക്ഷേ സാറ് അന്ന് മത്സരിച്ചിരുന്നെങ്കിൽ വീണ്ടും PC ജോർജ് MLA ആയി വരില്ലായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതിനെക്കുറിച്ച് എന്താ, സാറിന്റെ സുഹൃത്തു കൂടിയാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അന്ന് വളരെ എളുപ്പമായിട്ട് ജയിക്കായിരുന്നു. പക്ഷേ ജോർജൊക്കെ ഫ്രണ്ടാ, ഈസിയായിട്ട് എനിക്ക് ജയിക്കായിരുന്നു. കാരണം ഞാനൊരു വ്യത്യസ്തമായ ശൈലി ഇവിടെ കൊണ്ടു. അപ്പം ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ പറഞ്ഞു, ഞാൻ കല്യാണ മരണ MLA അല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ശബ്ദമാകാൻ വേണ്ടിയാണ്, ഇവിടെ വികസനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി TV ഒരു കൊച്ചുമുറി താമസിച്ച്, എനിക്ക് ഡ്രൈവറില്ലാത്ത ഏക MLA ഞാനായിരുന്നു ഇന്ത്യയിലെ. രാവിലെ വണ്ടിയുമായിട്ട് ഇറങ്ങും, ഓരോ പഞ്ചായത്തിലും പോയി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ മെമ്പർമാരെ എല്ലാം കൂടെ എന്നെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ പഞ്ചായത്തിൽ മൊത്തം കറങ്ങും. ആൾക്കാർ ഓരോ സ്ഥലത്ത് പോയിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കും, അതെല്ലാം കൂടെ നോട്ടാക്കും. അപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുക, എന്താ പ്രശ്നങ്ങൾ എല്ലാം കൂടെ നോട്ടാക്കും. പിന്നെ വൈകുന്നേരം ആ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, ഇതാ 25 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഏതാ, 3 കാര്യങ്ങളാണ്. അതെടുത്തിട്ട് ഞാൻ അതിന് പ്രോജക്റ്റ് ഉണ്ടാക്കി അതിന് പൈസ കൊണ്ടുവരാനുള്ള എൻ്റെ ശ്രമമായിരുന്നു അടുത്തത്.
ഞാൻ 4 വർഷം കൊണ്ട് 350 കോടി രൂപ എൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. മോദി സർക്കാർ വന്ന് 3 വർഷം കഴിഞ്ഞിട്ടാണ് സാറിന് ഒരു മന്ത്രിപദം അലങ്കരിക്കാൻ ക്ഷണിക്കുന്നത്. സത്യസന്ധമായിട്ടൊരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കണ്ടിട്ടാണോ അങ്ങനെ ഒരു മന്ത്രി ആയിട്ട് അലങ്കരിക്കാനായിട്ട് വിളിച്ചത്? അല്ല, തീർച്ചയായിരിക്കുമല്ലോ. ഞാൻ എന്തുകൊണ്ട് ഇവിടുന്ന് MLA സ്ഥാനം രാജിവെച്ച് പോയി എന്ന് ആദ്യം പറയാം. ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യ മൊത്തം അഴിമതിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. എല്ലാ ദിവസവും ഇന്ത്യയെ കഷ്ണമായിട്ട്. പക്ഷെ അത് വലിയൊരു വെല്ലുവിളിയിലല്ലേ സാറ് പോയത്? അതെ, ഒരു ഇന്ത്യ മൊത്തം എനിക്ക് നന്നാക്കണം. ഒന്ന് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ പറഞ്ഞു. ഇവിടെ ഈ അഴിമതി മുങ്ങിക്കിടക്കുക. അപ്പം നമുക്ക് നട്ടലുള്ള ഒരു നേതാവിനെ വേണം. ഞാൻ നോക്കിയപ്പോൾ അത് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ ഒരു നട്ടലുള്ള തീരുമാനം. കാരണം 14 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്ന് അദ്ദേഹത്തെ കാണിച്ചു. ഇന്ത്യയിൽ മാറ്റങ്ങൾ വരാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ രാജിവെച്ചിട്ട് ഞാൻ അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പ്രവർത്തിക്കാൻ പോകും. അങ്ങനെ പ്രവർത്തിച്ച് ധാരാളം ആൾക്കാരോട് പ്രവർത്തിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 4 വർഷം കൊണ്ട് കാത്തിരിക്കേണ്ടി വന്നു മന്ത്രിയാകാനായിട്ട്. അങ്ങ് ചോദിച്ചതുപോലെ പ്രധാനമന്ത്രി അന്വേഷിച്ച് കാണുമായിരിക്കും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കണ്ടിട്ടായിരിക്കണം എന്നെ മന്ത്രിയാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. IAS ഇന്റർവ്യൂവിലെ അൽഫോൺസ എന്ന് പറയുന്ന ഏത് ഇനം മാങ്ങയാണ്? ഒരു നല്ലൊരു ഇനം മാങ്ങ. ആ മാങ്ങയെക്കുറിച്ച് ഒരു പരാമർശം വന്നു, വളരെ രസകരമായി സാറ് പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു മധുരമുള്ള മാങ്ങ. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ ചോദിച്ചു, അൽഫോൺസോ, അപ്പം നിങ്ങളൊരു മാങ്ങയാണ്. ഞാൻ പറഞ്ഞു, യെസ്, ഏറ്റവും നല്ല വെറൈറ്റി, ഞാനും അത് തന്നെ. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ തന്നെ സാറ് കളക്ടറായിരിക്കുമ്പോഴാണ് സാക്ഷരതയിൽ 1ാം സ്ഥാനം നേടിയത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ കോട്ടയം കളക്ടർ ആയി വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ കോട്ടയത്തെ ഒരു വ്യത്യസ്തമായ ഒരു ടൗൺ ആക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു തുറന്ന വീടായിരുന്നു. വൈകുന്നേരം ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വരാം, കാപ്പി കുടിക്കാം, ആശയങ്ങൾ ചർച്ച ചെയ്യാം, ഡിന്നർ കഴിഞ്ഞിട്ട്. അപ്പോൾ അന്നേരം ഒരു ദിവസം ഒരാശയം വന്നതാണ്. DC കിഴക്കമ്പതി കൊണ്ടുവന്ന ഒരാശയമാണ്, എന്തുകൊണ്ട് നമ്മൾ കോട്ടയം ടൗണിനെ ആദ്യത്തെ പൂർണ്ണ സാക്ഷരതാ നഗരമാക്കിക്കൂടാ. ഞാൻ പറഞ്ഞത് വലിയ പാടല്ലേ, എവിടെയാണ് കാശ്, എവിടെയാണ്, ആരാ വോളണ്ടിയർമാരാ, ടീച്ചർമാരാരാ? പുള്ളി പറഞ്ഞു അതൊക്കെ നടക്കും, കണന്താനം ഈ ആശയം അങ്ങ് വിറ്റാൽ മതി കോട്ടയംകാർക്ക്. അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ചു. ഞങ്ങൾക്ക് 14,000 വോളണ്ടിയർമാർ, ഒരൊറ്റ പൈസ പോലും മുടക്കാതെ 14,000 വോളണ്ടിയർമാർ. അതിനകത്തുനിന്ന് 12,000 പേരും പെൺകുട്ടികളായിരുന്നു. സ്കൂൾ പാസ്സായതും സ്കൂളിൽ ഫെയിൽ ചെയ്ത കുട്ടികൾ ഇറങ്ങി വന്ന് പഠിപ്പിച്ചു. കോട്ടയത്തെ കാശുകാരെല്ലാം ഇറങ്ങി പഠിപ്പിച്ചു. ഏറ്റവും പുരാതന കുടുംബത്തിലെ ആൾക്കാരെല്ലാം ഇറങ്ങി വന്നു. ഇത് വലിയൊരു ഫാഷനായി. ഏറ്റവും പാവപ്പെട്ടവരുടെ പോവർട്ടി ഐഡിയ എന്ന് പറയാമല്ലോ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അജണ്ടയാണ് സാക്ഷരത. നേരത്തെ പറഞ്ഞു 2 കുട്ടികളെ മാതാപിതാക്കൾ ദത്തെടുത്തു എന്ന്. അപ്പോൾ പേരൻസ് നിന്ന് കണ്ട ഒരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ് സാറിൻ്റെ മനസ്സിലും ഉള്ളത്. അതൊരു റോൾ മോഡലായിട്ട് കൂട്ടിക്കൂടെ സാർ? അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേരൻസാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ. എൻ്റെ അപ്പനും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽസ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മിക്കവാറും ദിവസം ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിലും എല്ലാ ദിവസവും പോകാറുണ്ട്. ഡൽഹിയിൽ നേരത്തെ ഞാൻ ഡൽഹി കമ്മീഷണറായിരിക്കുമ്പോൾ അവിടെ ഡൽഹിയിലെ ഏറ്റവും വലിയ ചേരിയിൽ ഒരു പ്രോജക്റ്റ് എടുത്ത് അവിടെ ഒരു ആശുപത്രി, സ്കൂള്, ടെറനിക് സെൻറ്റർ, ടോയ്ലറ്റ് കോംപ്ലക്സ് 8 വർഷം നടത്തി. ഒരു കുട്ടി പോലും ആ കോളനിയിൽ നിന്ന് സ്കൂളിൽ പോകുന്നില്ലായിരുന്നു. അവിടെ സ്കൂൾ തുടങ്ങി ആ കുട്ടികളെയെല്ലാം പിന്നെ ഹയർ സ്കൂളിലൊക്കെ വിട്ട് നമ്മളവിടെ ഒരൊറ്റ ടോയ്ലറ്റ് പോലും ഇല്ലായിരുന്നു 30,000 ആൾക്കാർക്ക്. ഞാൻ അത് കഴിഞ്ഞിട്ട് 1 വർഷം ഞാൻ ലീവ് എടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെ ഡൽഹിയിലെ ചേരിയിൽ പ്രവർത്തിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അല്ലാതെ ഈ പോലീസ് സല്യൂട്ട് കിട്ടുന്നതും എല്ലാ ദിവസവും പത്രത്തിൽ ഫ്രണ്ട് പേജ് വാർത്ത വരുന്നതെന്നല്ല. അതിനൊക്കെ അപ്പുറത്ത് പാവങ്ങളുടെ കൂടെ ജോലി ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാക്കി അവർക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. നിങ്ങളങ്ങ് മുകളിൽ സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി അവിടെ ഫൈനൽ ദിവസം വരുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പോകുള്ളൂ, ഞാൻ ദാഹിച്ചപ്പോൾ നീ വെള്ളം തന്നോ? ഞാൻ വിശന്നപ്പോൾ ഭക്ഷണം തന്നോ? ഞാൻ നഗ്നനായിരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു? ഇതൊക്കെ ചോദിക്കാൻ പോകുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ ചോദിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരു അടിസ്ഥാന നമ്മളൊരു വാല്യൂ സിസ്റ്റമായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇളയ മകൻ തന്നെ 23-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ ഒരു പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിഷ്വൽ ആർട്സ് ഡയറക്ടറായിരുന്നു. 25-ാമത്തെ വയസ്സിൽ രാജിവെച്ചിട്ട് അവന് സാമൂഹ്യ സേവനം ചെയ്യുക. കഴിഞ്ഞ വർഷം ലോകത്തിലെ 50 ഏറ്റവും വലിയ ഫിലന്ത്രോപ്പിസ്റ്റുകൾ അതിൻ്റെ ലിസ്റ്റിൽ ആദർശ് അൽഫോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കും, പറഞ്ഞു കൊടുക്കാൻ നോക്കുക. അവർ അതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ വിശ്വാസം, ഇത് കാണുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടേതായ സ്വപ്നം കാണണം. അല്ലാതെ അപ്പൻ്റെയും അമ്മയുടെയും സ്വപ്നം കാണാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്.
നമ്മുടേതായ വലിയ സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾ എന്തായിരിക്കണം? ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി, മേക്ക് എ ഡിഫറൻസ്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ ലോകത്തിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരാനാണെന്നും ഞാൻ സന്തോഷിക്കുകയും കൂടുതൽ സന്തോഷം കൊണ്ടുവരാനാണെന്നും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എത്ര അപ്പനന്മാർ തയ്യാറല്ല. അതിനൊന്നും സമയമില്ല. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോണും മേടിച്ചു കൊടുക്കും. 5 പേര് വീട്ടിലുണ്ടെങ്കിൽ 5 പേര് ഇതേ സാധനത്തെ കുത്തിക്കൊണ്ടിരിക്കുക. എല്ലാം ഫോർവേഡുകളും വധവുമാണ്. ആരെ വധിക്കണം നോക്കിയിരിക്കുക. പിന്നെ കുട്ടികൾ മിക്കവാറും മുറിയില്ല, താഴെ ഇറങ്ങി വരാറില്ല. ഒരു കുട്ടി ഇന്ന് ഏതാണ്ട് 3.5 മണിക്കൂറോളം വാട്സപ്പിലും നമ്മുടെ ടെലിഫോണിലെ മൊബൈലിലെ സോഷ്യൽ മീഡിയ ചിലവഴിക്കുക. ഇതുകൊണ്ടെന്താ? അപ്പനന്മാരോട് സംസാരിക്കുകയില്ല, കൂട്ടുകാരോട് സംസാരിക്കുകയില്ല. പിന്നെ സ്വപ്നത്തിൻ്റെ പ്രശ്നം എവിടെയാണ് ഉണ്ടാക്കുന്നത്? സ്വപ്നമില്ലാത്ത മനുഷ്യൻ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അതിന് ചിന്തിക്കാനുള്ള സമയവുമില്ല, അതിനുള്ള ഒരു ചിന്താഗതിയില്ല. ടൂറിസത്തിൽ ഈ പുതുവത്സരം 2019 പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നത്? എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ 2020 ആകുമ്പോഴത്തേക്ക് ഇനി അടുത്ത 2-2.5 വർഷം കൊണ്ട് നമ്മുടെ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കണം. ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരൻ, ഇന്ത്യൻ സി ഇന്ത്യ, ഇത് പ്രൈം മിനിസ്റ്റർ ഒരു പുതിയൊരു മോട്ടോയാണ്. നമ്മൾ എത്ര പേരാണ് ഇന്ത്യ കണ്ടിട്ടിരിക്കുന്നത്? ഞാൻ ഇത്രയും സഞ്ചരിച്ചിട്ടും ഇന്ത്യയുടെ 1% മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വിദേശ ടൂറിസ്റ്റുകളാണെങ്കിലും നമ്മുടെ പ്രാദേശിക ടൂറിസ്റ്റുകളാണെങ്കിലും ഇന്ത്യ കാണണം. അപ്പോൾ അതിനുള്ള ഞങ്ങൾ കുറേ പരസ്യങ്ങൾ പോകുന്നിടത്തെല്ലാം നമ്മളെല്ലാ മീഡിയയിലും ഇപ്പോൾ പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ കൊണ്ട് കാണിക്കുക, യാത്ര ചെയ്യിപ്പിക്കുക, അതുകൊണ്ട് നമുക്ക് തൊഴിലുണ്ടാക്കുക, വരുമാനം ഉണ്ടാക്കുക, ഇതാണ് ഞങ്ങളുടെ വലിയ മോട്ടോ. ഇപ്പോൾ കേരളത്തിൽ ടൂറിസം ആണെങ്കിൽ വളരെ മോശം സ്ഥിതിയിലാണ്. നമ്മുടെ കേരള ജനത നമ്മുടെ പ്രളയം കഴിഞ്ഞിട്ട് എങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് കാണിച്ചു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം 1 മാസത്തിനകം തുറന്നു. പക്ഷേ എങ്കിൽ തന്നെയും കേരളം പ്രളയത്തിൽ മുങ്ങി നശിച്ചു പോയി എന്നൊരു വാർത്തയാണ് ലോകത്തിലൊക്കെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നില്ല. 3000 ഹൗസ് ബോട്ടുകൾ വെറുതെ കിടക്കുക, മിക്കവാറും ഹോട്ടലിലൊന്നും ആരുമില്ല. അപ്പോൾ അതിന് ഞാൻ ഒത്തിരി പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ആൾക്കാർ വരിക, എങ്ങനെ കേരളത്തെ സഹായിക്കാം. അപ്പോൾ പുതിയൊരു പദ്ധതിയുമായിട്ട് ഞാനിപ്പോൾ വരുന്നുണ്ട്. കുറേ പള്ളികളും ക്ഷേത്രങ്ങളും എല്ലാം കൊടുത്ത് പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കേരളത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഭാവി 2 കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. 1 ടൂറിസത്തിനും, 2 IT-ക്കും. കേരളത്തിൽ ടൂറിസത്തിന് ഹർത്താലുകൾ വെല്ലുവിളിയാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. കേരളത്തിലല്ല, ഇന്ത്യ മൊത്തം. ഡൽഹിയിലൊന്നും നോർത്ത് ഇന്ത്യയിലൊന്നും ഹർത്താൽ വിളിച്ചാൽ ആരും കട പൂട്ടുകയല്ല. എല്ലാവരും പ്രവർത്തിക്കും, വണ്ടികളെല്ലാം ഓടും, പേരിൽ ഹർത്താൽ ഉണ്ടാകും. ഇവിടെ കേരളത്തിലാണെങ്കിൽ എല്ലാവരും രാവിലെ ഹർത്താൽ അങ്ങ് ആഘോഷിക്കുക. രാവിലെ ഹർത്താൽ ആഘോഷിക്കുക, ഒരു 10 മണിയാകുമ്പോൾ ഒരു സാധനം എടുത്ത് തുറന്ന് അങ്ങ് ആഘോഷിക്കുക. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് സമൂഹത്തിന് ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്ന ഹർത്താലുകളും ബന്ധങ്ങളുമാണ്. ഇതൊരു കാരണവശാലും നമുക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല. നമ്മൾ കേരളം ഒന്നാമതെ പൊളിഞ്ഞിരിക്കുക. ഇവിടെ എന്താ വരുമാനമുള്ളത്? ഒന്നുമില്ല. ഇവിടെ ഈ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഒരു ബന്ധം വന്നാൽ പെട്ടിക്കടക്കാരനെ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ, ചുമട്ടു തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം പണി ചെയ്തില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പട്ടിണിയാണ്. എങ്ങനെ സമ്മതിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഹർത്താൽ ഉണ്ടാകുന്ന ദിവസം എൻ്റെ 3 ക്രൂസ് കപ്പലുകൾ വന്നു. 2000 ആൾക്കാർ വന്നു. അവർ കപ്പലിൽ ഇരുന്നിട്ട് പോയി. അവർ കൊച്ചി ടൗണിൽ വന്ന് അവിടെ ഷോപ്പിംഗ് ചെയ്യേണ്ടതായിരുന്നു, അവിടുത്തെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റെല്ലാം പോകേണ്ടതായിരുന്നു, കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു, അവിടെ ടാക്സികൾ കയറേണ്ടായിരുന്നു. ഈ വരുമാനം മൊത്തം പോയില്ലേ? അത് മാത്രമല്ല, ഇനി ഇവർ ഈ കപ്പലുകൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുമോ? കേരളത്തിലേക്ക് വരുമോ? വരികയില്ല. ഇതൊക്കെ കൊണ്ട് ഇതൊരു ശാപമായി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ഒരുമിച്ച് നിന്ന് ഇത് പറ്റൂല, ഇത് പാടില്ല, ഞങ്ങൾ ഇനി ചെയ്യൂല എന്ന് അവർ തീരുമാനിക്കണം. കേരളം രക്ഷപ്പെടണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. വലിയ തിരക്കെന്നറിയാം. ആ തിരക്കിനിടയിലും പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വൈകുന്നേരം വീട്ടിൽ വന്നാലും എത്ര ലേറ്റ് ആയാലും ബൈബിൾ വായിക്കും. ഞാനും ഭാര്യയും കുട്ടികളും ബൈബിൾ വായിക്കും. മക്കളുണ്ടെങ്കിൽ അവരോട് കൂടെ ഇരുന്ന് വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. കാരണം എല്ലാം കിട്ടുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. നമ്മളിവിടെ എത്തിയതും ഇനി ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യാനും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് ഇതിനൊക്കെ കരുത്ത് തരുന്നതെല്ലാം ദൈവമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു ഫ്യൂല് കിട്ടുകയില്ല ജീവിക്കാനുള്ള. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനാ ജീവിതം കുട്ടിക്കാലത്ത് നിന്ന് കിട്ടേണ്ടതാണ്. മാതാപിതാക്കൾ പഠിപ്പിക്കണം. ഇപ്പോൾ ഉള്ള തലമുറയിൽ സാറിന് എന്താണ് ഈ മാതാപിതാക്കളോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ആൻഡ് അതിന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കണം. കെന്നഡി 43-ാമത്തെ വയസ്സ് അമേരിക്കൻ പ്രസിഡൻ്റ് ആയപ്പോൾ പുള്ളി ചോദിച്ചു, പുള്ളി എങ്ങനെയാണ് പ്രസിഡൻ്റ് ആയത്? പുള്ളി പറഞ്ഞു, ലളിതമാണ്.
എൻ്റെ വീട്ടിലെ ഊണുമേശയ്ക്ക് ചുറ്റുമുള്ള ചർച്ചകളാണ് എന്നെ പ്രസിഡൻ്റാക്കിയത്. എൻ്റെ കുടുംബത്തിൽ വലിയ ധനികനായിരുന്നു, 12 പിള്ളേരായിരുന്നു. അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, വൈകുന്നേരം 6:30 ഡിന്നർ, 1 മണിക്കൂറായിരിക്കും ഡിന്നർ. വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ഡിന്നർ സമയത്ത് ചർച്ച ചെയ്യുന്നത് പഠിത്തത്തെ പറ്റിയോ കാശിനെ പറ്റിയോ അല്ല, ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളെ പറ്റിയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും അഭിപ്രായം പറയുകയും വേണം. കെൻഡ് പറഞ്ഞു അതാണ് എന്നെ പ്രസിഡൻ്റാക്കിയത്. അപ്പോൾ അപ്പന്മാരൊക്കെ കുട്ടികളെ കുട്ടികളായി ജീവിക്കാൻ അനുവദിക്കണം. മാതാപിതാക്കന്മാരുടെ റബ്ബർ സ്റ്റാമ്പുകളായി അല്ല കുട്ടികളെ വളർത്തേണ്ടത്. എൻ്റെ സ്വപ്നം ഇതാ, നിന്നെ ആക്കണമെന്ന്. മാതാപിതാക്കന്മാർ അങ്ങനെ തീരുമാനിക്കാൻ അവരാരാ? ദൈവർക്ക് അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കുട്ടികൾക്ക് അവരുടേതായ സ്വപ്നം കാണാൻ അനുവദിക്കണം, അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം, ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം, ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് കാണണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാറിൻ്റെ ജീവിതം സ്റ്റിൽ ഇവിടെ നിർത്തി ബേക്കിലോട്ട് ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു സാറിന്? ഈ ജീവിതം കൊണ്ട് എന്താണ് തോന്നിയത്? ഞാൻ മഹാലക്കിയാണെന്ന് തോന്നുന്നു. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു ലക്കി ആളെന്ന്, ദൈവാനുഗ്രഹമുള്ള ആളെന്ന് എനിക്ക് അവകാശപ്പെടാം. കാരണം ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചല്ലോ. ഇതൊക്കെ വലിയ ദൈവാനുഗ്രഹം. അതിനപ്പുറത്ത് നമ്മൾ എന്ത് പറയാനാ? നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി അൽഫോൺസ് കണ്ണന്താനം സാർ എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാറുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം വന്നത് അമ്മയുടെ അടുത്താണ്. ആ അമ്മ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അമ്മയ്ക്ക് എന്താണ് അമ്മയ്ക്ക് ഈ മന്ത്രി മകനെ കുറിച്ച് പറയാനുള്ളത്? അത് നമുക്ക് കേൾക്കാം. അമ്മ സുഖമായിരിക്കുന്നോ? എന്താണ് സാറിനെ കുറിച്ച് അമ്മയ്ക്ക് പറയാനുള്ളത്? ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ പോയപ്പം മുതലേ ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാ. ആയാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ആയി. സാറ് പറഞ്ഞു മാതാപിതാക്കളാണ് എൻ്റെ റോൾ മോഡൽ. കുട്ടിക്കാലത്ത് അമ്മ അപ്പച്ചനും കൊടുത്ത പ്രാർത്ഥന, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പ്രാർത്ഥന എന്നും സന്ധ്യയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു അരമണിക്കൂർ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറ്റുന്ന സമയത്തെല്ലാം പള്ളികളിലൊക്കെ പോയി എൻ്റെ പേരൊക്കെ പ്രത്യേകം തേർപ്പങ്കപ്പള്ളി പോയി പ്രാർത്ഥിക്കും. ഇവിടെ ഒരു കുരിശ് യൂദാസ്ലിയായുടെ പള്ളിയുണ്ട്, അവിടെ പോയി 15 ദിവസം നവേന കൂടാൻ പോയി. ഞാൻ IAS പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോഴേ പിന്നെ IAS കിട്ടുക. അന്നേരം എൻ്റെ പ്രായത്തിൻ്റെ അത്രയും പേർക്ക് തേച്ച് കുളിച്ച് ചോറ് കൊടുക്കാവുന്നതായിരുന്നു. വന്നപ്പോൾ 10-60 പേരുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തു. ഇതിലൊക്കെ അമ്മയ്ക്ക് ഏറ്റവും വലിയ അഭിമാനം എൻ്റെ അനിയനെ പറ്റിയാ. ചിലപ്പോൾ കേട്ട് കാണും, ഫാദർ ജോർജ് കണ്ണന്താനം. ഒരു മകൻ ഫാദറാണ്. അതെ, പുള്ളി ഞാൻ ചെയ്തതിനേക്കാളൊക്കെ ഒരു 10 ഇരട്ടി വലിയ കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നു. സാറ് കളക്ടറായിരിക്കുമ്പോഴേ നാക്യംബ്രംബച്ചൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് അച്ഛന് വീട്ടിൽ വന്നെന്നാണ് ഞാൻ കേട്ടത്. അതിനെക്കുറിച്ച് പറയാമോ അമ്മയ്ക്ക്? അച്ഛനെ ഞാനും ധ്യാനം കൂടാൻ വന്നായിരുന്നു. പപ്പായും ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഷീല പറഞ്ഞ അച്ഛനോട് വീട്ടിലൊന്ന് വരണമെന്നേ. വീട്ടിൽ വന്ന പിറ്റേ ദിവസം വന്ന നായ്ക്കമ്പറമ്പിൽ അച്ഛനും 2-3 പേരും കൂടെ വന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്തോ ഒരു വലിയ അപകടം നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞൊന്നും ഇതുവരെ ഒന്നും അറിയത്തില്ല. അച്ഛന്മാരൊക്കെ പോയി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പം ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു, അച്ഛനകം പഠിക്കുന്ന മോന് വലിയൊരു തീപ്പള്ളലുണ്ടായി, സീരിയസ് ആയിട്ട് കിടക്കുന്നത്. അതായത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എല്ലാവരും. ഇപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിൽ ഇപ്പോഴും സാറിനെ സഹായിക്കാൻ അമ്മയുള്ളത് വളരെ ഒരു ആശ്വാസമാണ്. എപ്പോഴും എന്നും പ്രാർത്ഥിക്കും. എത്ര തിരക്കിനിടയിലും സാറ് അമ്മയെ കാണാൻ ഓടി എത്തുമല്ലോ. വരും, 1 മാസത്തിലൊന്നേലും വരും. അമ്മയോടും അമ്മയ്ക്ക് സാറിനോടും വളരെ ഒരു സ്നേഹം കൂടുതലാണ്. എല്ലാ മക്കൾക്കും സ്നേഹമുണ്ട്, എല്ലാ മക്കളോടും അമ്മയ്ക്ക് സ്നേഹമുണ്ട്. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് സാർ? നമുക്ക് ഒരു കാണുന്ന ദൈവം അമ്മയാണല്ലോ, അതല്ലേ? അതാണ്, അവരാണല്ലോ നമ്മളെ ഈ നല്ലോണം വളർത്തി, കഠിനാധ്വാനം ചെയ്ത് വളർത്തി എന്ന് മാത്രമല്ല, അവർ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ കാണിച്ചു തന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും എന്നാ കാര്യം പറഞ്ഞാലും സാധിച്ചു തരും. ഈ പുതുവത്സരത്തിൽ നമ്മുടെ ഗുഡ്നസ് TV പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ലളിതമാണ്, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെന്ന് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുക.
ഇത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഒന്നുമല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഈ ലോകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഞാനും എൻ്റെ കുട്ടികളുമാണ് എന്ന് വിശ്വസിച്ച് അവരെ വളർത്തിയാൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ വരും. തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് സാറിൻ്റെത്. ഇത്രയും നേരം നമ്മളൊത്ത് സാറ് വന്നു, ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുടെ ഗുഡ്നസ് ടിവിയുടെ വക ഒരു ചെറിയൊരു ഉപകാരം. സാറ് പറഞ്ഞ പോലെ നമുക്കും നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഈ പുതുവത്സരത്തിൽ എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.